പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ബിസിനസ് സ്റ്റഡീസ് ക്ലാസ് 12-ൻ്റെ രണ്ടാമത്തെ ചാപ്റ്റർ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ 1-ാം ഭാഗമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. This chapter mainly deals with the management principles. What do you mean by management principles? Management principles are the general guidelines for managerial decision making and actions. മാനേജർമാർക്ക് തീരുമാനങ്ങൾ എടുക്കുന്നതിനും പ്രവർത്തനത്തിനും വേണ്ടിയുള്ള പൊതു മാനദണ്ഡങ്ങളെയാണ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്, മാനേജ്മെന്റ് തത്വങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. They have been developed on the basis of observation and experimentation as well as personal experience of the managers. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഗവേഷണ നിരീക്ഷണങ്ങളിലൂടെയാണ്. അതോടൊപ്പം തന്നെ മാനേജർമാരായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നും മാനേജ്മെന്റ് തത്വങ്ങൾ ഉടലെടുക്കുന്നുണ്ട്. These principles form the theoretical basis and makes management as a separate discipline. ഈ മാനേജ്മെന്റ് തത്വങ്ങളാണ് മാനേജ്മെന്റ് ഡിസിപ്ലിൻ്റെ തിയററ്റിക്കൽ ബേസിസ് എന്ന് പറയുന്നത്. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അബൌട്ട് ദ നേച്ചർ ഓഫ് principles of management. First one is universal applicability. The principles of management are intended to apply to all types of organizations. Management principles universally applicable ആണ്. ലോകത്തെല്ലായിടത്തും എല്ലാത്തരം ഓർഗനൈസേഷൻസിലും അപ്ലിക്കബിൾ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്. ആൻഡ് സെക്കൻഡ്ലി, ദേ ആർ ജനറൽ ഗൈഡ് ലൈൻസ്. ഇവ പൊതുവായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ മാത്രമാണ്. ദ പ്രിൻസിപ്പിൾസ് ആർ ഗൈഡ് ലൈൻസ് ടു ആക്ഷൻ ബട്ട് ഡു നോട്ട് പ്രൊവൈഡ് റെഡിമെയ്ഡ് സൊല്യൂഷൻസ് ടു ഓൾ മാനേജീരിയൽ പ്രോബ്ലംസ്. ഇവ ചില പൊതു മാർഗനിർദ്ദേശങ്ങൾ മാത്രമാണ്. എല്ലാ മാനേജ്മെന്റ് പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം എന്ന നിലയിലല്ല, അല്ലെങ്കിൽ മാനേജ്മെന്റ് പ്രോബ്ലംസിൻ്റെ റെഡിമെയ്ഡ് സൊല്യൂഷൻസ് ആയിട്ട് അല്ല ഈ പ്രിൻസിപ്പിൾസ് നൽകിയിട്ടുള്ളത്. പൊതുവായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശം എന്ന നിലയിലാണ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് നിർദ്ദേശിച്ചിട്ടുള്ളത്. മൂന്നാമതായി, ഫോംഡ് ബൈ പ്രാക്ടീസ് ആൻഡ് എക്സ്പെരിമെന്റേഷൻ. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഡിറൈവ് ചെയ്തിരിക്കുന്നത് പ്രാക്ടീസിംഗ് മാനേജേഴ്സിൻ്റെ അനുഭവങ്ങളിലൂടെയും അതോടൊപ്പം തന്നെ മാനേജ്മെന്റ് ഗവേഷകരുടെ കണ്ടെത്തലിലൂടെയുമാണ്. ദ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് ആർ ഫോംഡ് ബൈ എക്സ്പീരിയൻസ് ഓഫ് ദ പ്രാക്ടീസിംഗ് മാനേജേഴ്സ് ആൻഡ് ഓൾസോ ദ എക്സ്പെരിമെന്റേഷൻ ഓഫ് മാനേജ്മെന്റ് സ്കോളേഴ്സ്. ആൻഡ് ഫോർത്തലി, flexibility. Management principles are flexible and can be modified by the managers when the situation so demands. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിന് ഫ്ലെക്സിബിലിറ്റി എന്നുള്ള പ്രത്യേകതയുണ്ട്. അവ സയൻസിലെ തത്വങ്ങൾ പോലെ റിജിഡ് അല്ല. ഓരോ സ്ഥാപനത്തിൻ്റെയും പ്രത്യേക സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് വേണ്ട മാറ്റങ്ങൾ വരുത്തി പ്രയോഗിക്കാൻ കഴിയുന്നവയാണ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്. So they are flexible in nature. And fifthly, management principles are mainly behavioral because they aims at influencing the behavior of human beings. ഒരു മാനേജർ തൻ്റെ കീഴ്ജീവനക്കാരായിട്ടുള്ള വ്യക്തികളെയാണ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹ്യൂമൻ ബീങ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അവരുടെ പെരുമാറ്റ രീതികളെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിൻ്റെ മറ്റൊരു പ്രത്യേകത. ആറാമതായി,
cause and effect relationship. The principles of management are intended to establish relationship between cause and effect so that they can be used in similar situations in a large number of cases. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിന് കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്. എന്ത് കോസിന് എന്ത് ഇഫക്റ്റാണ് ഉള്ളതെന്ന് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് വ്യക്തത നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ they are contingent in nature. The application of principles of management is contingent or depend upon the prevailing situation at a particular point of time. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് സാന്ദർഭികമാണ്. ഓരോ സന്ദർഭത്തിനനുസരിച്ചും അവ മാറ്റി പ്രയോഗിക്കേണ്ടതായിട്ട് വരും. അവയുടെ പ്രയോഗം വ്യത്യസ്തമായിരിക്കും. അതായത് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് സിറ്റുവേഷനിലാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അടുത്തായിട്ട് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിന്റെ പ്രസക്തി എന്താണെന്ന് നമുക്ക് ചർച്ച ചെയ്യാം. അബൌട്ട് ദ സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്. ദ ഫസ്റ്റ് പോയിന്റ് ഈസ് ദാറ്റ് പ്രൊവൈഡിംഗ് മാനേജേഴ്സ് വിത്ത് യൂസ്ഫുൾ ഇൻസൈറ്റ് ഇൻ ടു റിയാലിറ്റി. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് മാനേജേഴ്സിന് യാഥാർത്ഥ്യബോധം നൽകുന്ന ഒന്നാണ്. റിയൽ സിറ്റുവേഷൻസിൽ ഉണ്ടാകുന്ന മാനേജീരിയൽ പ്രോബ്ലംസ് എങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നുള്ള മാർഗനിർദ്ദേശങ്ങൾ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് നൽകുന്നുണ്ട്. ദ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് പ്രൊവൈഡ്സ് ദ മാനേജേഴ്സ് വിത്ത് യൂസ്ഫുൾ ഇൻസൈറ്റ് ഇൻ ടു റിയൽ വേൾഡ് സിറ്റുവേഷൻസ്. ആൻഡ് സെക്കൻഡ്ലി, ഓപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആൻഡ് ഇഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് helps in the best use of resources in such a way that they should give maximum benefits with a minimum cost. As such, the wastage associated with a trial and error approach can be avoided. മാനേജ്മെന്റ് പ്രശ്നങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നൽകുന്നത് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ്സിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ഉപയോഗിച്ച് പരിഹാരം കാണാതെ അവയെ വ്യക്തതയോടെ നേരിടാൻ വേണ്ടി സഹായിക്കുന്നു. അതിലൂടെ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള വേസ്റ്റേജസ് അവോയ്ഡ് ചെയ്യാനും റിസോഴ്സസിൻ്റെ ഓപ്റ്റിമം യൂട്ടിലൈസേഷൻ ഉറപ്പുവരുത്താനും സ്ഥാപനത്തിൻ്റെ ഫലവത്തായ നടത്തിപ്പ് ഉറപ്പാക്കാനും കഴിയുന്നുണ്ട്. സോ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഹെൽപ്സ് ഇൻ ഓപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് and also effective administration of the enterprise. And thirdly, scientific decisions. Management principles helps to take scientific decisions. Management decisions taken on the basis of principles are free from bias and prejudice. ശാസ്ത്രീയ തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഈ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് മാനേജേഴ്സിനെ സഹായിക്കുന്നു. നാലാമതായി, മീറ്റിംഗ് ചേഞ്ചിങ് എൻവയോൺമെന്റ് റിക്വയർമെന്റ്സ്. മാറിവരുന്ന ബിസിനസ് സാഹചര്യങ്ങളെ നേരിടാൻ വേണ്ടി മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് മാനേജേഴ്സിനെ പ്രാപ്തരാക്കുന്നുണ്ട്. ദ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആർ ഫ്ലെക്സിബിൾ ടു അഡാപ്റ്റ് ടു ഡൈനാമിക് ബിസിനസ് എൻവയോൺമെന്റ്. ആൻഡ് ഫിഫ്ത്ത്ലി, fulfill social responsibility. Management principles recognize the role of business firms in fulfilling their social responsibilities. ബിസിനസിന്റെ സാമൂഹിക ഉത്തരവാദിത്വം നിറവേറ്റുന്നതിലും മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ഗണ്യമായ പങ്ക് വഹിക്കുന്നുണ്ട്. ആറാമതായി, ഇറ്റ് ഹെൽപ്സ് ഇൻ മാനേജ്മെന്റ് ട്രെയിനിങ്, എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. Principles of management are the core of management theory. As such, they are used as basis for management training, education and research. ഈ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആണ് മാനേജ്മെന്റ് എന്നുള്ള പഠന വിഷയത്തിൻ്റെ ഡിസിപ്ലിൻ്റെ തിയററ്റിക്കൽ ബേസിസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ച് മാനേജേഴ്സിനെ ട്രെയിൻ ചെയ്യിക്കാനും മാനേജ്മെന്റ് എഡ്യൂക്കേഷനും റിസർച്ചിനുമൊക്കെ ഏറെ സഹായിക്കുന്നുണ്ട്.
Next we shall discuss in detail about Taylor's scientific management. The scientific management principles given by F.W. Taylor. F.W. Taylor, he is rightly called as the father of scientific management. മാനേജ്മെന്റ് രംഗത്ത് ശാസ്ത്രീയത കൊണ്ടുവരണമെന്നുള്ള ആശയവുമായിട്ട് സയന്റിഫിക് മാനേജ്മെന്റ് തത്വങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഹി വാസ് an American mechanical engineer and also the author of famous book Principles of Scientific Management. F.W. Taylor അദ്ദേഹത്തെ സയന്റിഫിക് മാനേജ്മെന്റിന്റെ പിതാവ് വിശേഷിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ ഫേമസ് ബുക്കായിട്ടുള്ള ദ പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റിൽ അദ്ദേഹത്തിന്റെ മാനേജ്മെന്റ് തത്വങ്ങൾ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. എന്താണ് സയന്റിഫിക് മാനേജ്മെന്റ്? ദ ആപ്ലിക്കേഷൻ ഓഫ് സയൻസ് ഇൻ മാനേജ്മെന്റ്. F.W. ടൈലറുടെ വാക്കുകളിൽ പറഞ്ഞാൽ സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നോയിങ് എക്സാക്ട്ലി വാട്ട് യു വാണ്ട് മെൻ ടു ഡു ആൻഡ് സീയിങ് ദാറ്റ് ദേ ഡു ഇറ്റ് ഇൻ ദ ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് വേ. നോയിങ് എക്സാക്ട്ലി, കൃത്യമായിട്ട് അറിയുക, വാട്ട് യു വാണ്ട് മെൻ ടു ഡു, മറ്റുള്ളവർ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് കൃത്യമായിട്ട് അറിവുണ്ടായിരിക്കുക. അതോടൊപ്പം തന്നെ സീയിങ് ദാറ്റ് ദേ ഡു ഇറ്റ് ഇൻ ദ ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് വേ. അതോടൊപ്പം തന്നെ ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിലും ഏറ്റവും നല്ല രീതിയിലും അവ ചെയ്യുന്നുണ്ടേ എന്ന് ഉറപ്പാക്കലുമാണ് സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. knowing exactly what you want men to do and seeing that they do it in the best and cheapest way. ഏറ്റവും ബെസ്റ്റായിട്ടും ചീപ്പസ്റ്റായിട്ടും കാര്യങ്ങൾ നിർവഹിക്കലാണ് ശാസ്ത്രീയ മാനേജ്മെന്റ് ലക്ഷ്യം വെക്കുന്നത്. ശാസ്ത്രീയ മാനേജ്മെന്റിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇൻക്രീസിംഗ് പ്രൊഡക്ടിവിറ്റി, ഇംപ്രൂവ്ഡ് ക്വാളിറ്റി, റെഡ്യൂസിംഗ് കോസ്റ്റ്, സയന്റിഫിക് സെലക്ഷൻ, reduction in wastages, incentive wages. These all are some of the major objectives of scientific management. Next we shall discuss in detail about the various principles of scientific management suggested by F.W. Taylor. The first one is science, not rule of thumb. ശാസ്ത്രീയതയാണ് എല്ലാ കാര്യങ്ങൾക്കും അനിവാര്യമായിട്ടുള്ളത്, അല്ലാതെ പരിചയത്തിലൂടെ സിദ്ധിച്ച ചില പൊതുധാരണകൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ ഒരു തത്വം നിർദ്ദേശിക്കുന്നത്. സയൻസ്, നോട്ട് റൂൾ ഓഫ് തം. Taylor believed that there was only one best method for maximizing efficiency. So scientific methods can be developed through study and analysis. Moreover, scientific methods so developed should substitute rules of thumb throughout the organization. And again, this can result in tremendous saving of human energy as well as wastage of time and materials. പരിചയത്തിലൂടെ സിദ്ധിച്ച ചില റൂൾസ് ഓഫ് തമ്പിലൂടെ കാര്യങ്ങൾ ചെയ്യാതെ ശാസ്ത്രീയ രീതി എന്താണെന്ന് മനസ്സിലാക്കുകയും ആ ശാസ്ത്രീയ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ തത്വമായിട്ട് നിർദ്ദേശിക്കുന്നത്. സയൻസ്, നോട്ട് റൂൾ ഓഫ് തം. സയന്റിഫിക് മെത്തേഡ്സ്, ഏത് കാര്യങ്ങൾ ചെയ്യുന്നതിനും ശാസ്ത്രീയ രീതികൾ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും ത്രൂ സ്റ്റഡി ആൻഡ് ഓൾസോ അനാലിസിസ്. ആ രീതിയിൽ ശാസ്ത്രീയ രീതികൾ ഓരോ കാര്യങ്ങൾക്കും വികസിപ്പിച്ചെടുക്കുകയും പരിചയത്തിലൂടെ മാത്രം സിദ്ധിച്ച റൂൾസ് ഓഫ് തമ്പുകൾ
ഒഴിവാക്കുകയും ചെയ്യണമെന്നുള്ള ഒരാശയമാണ് സയൻസ് നോട്ട് റൂൾ ഓഫ് തം. സെക്കൻഡ്ലി, ഹാർമണി നോട്ട് ഡിസ്കോർഡ്. സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ രണ്ടാമത്തത് ഹാർമണിയുടെ ആശയമാണ്. അനുരഞ്ജനമാണ് ആവശ്യമുള്ളത്. പരസ്പരമുള്ള വൈരുദ്ധ്യമല്ല ആവശ്യം, ഹാർമണിയാണ് ആവശ്യമായിട്ടുള്ളത്. മാനേജേഴ്സ് ഓണേഴ്സിനെയും വർക്കേഴ്സിനെയും ലിങ്ക് ചെയ്യിക്കുന്ന ഒരു ഫോഴ്സ് ആവേണ്ടതുണ്ട്. So Taylor emphasized that there should be complete harmony between the management and workers. മാനേജ്മെന്റും വർക്കേഴ്സ് തമ്മിൽ അനുരഞ്ജനത്തോടെ പോകണമെന്നുള്ള, അല്ലെങ്കിൽ ഒത്തൊരുമയോടെ പോകണമെന്നുള്ള കാര്യമാണ് FW ടേലർ ഊന്നൽ നൽകിയിട്ടുള്ളത്. Taylor called for complete mental revolution on the part of both management and workers. It means that management and workers should transform their thinking. മെന്റൽ റവല്യൂഷൻ എന്നുള്ളൊരു ആശയമാണ് ഈ പ്രിൻസിപ്പിളിലൂടെ FW ടേലർ പങ്കുവെക്കുന്നത്. മെന്റൽ റവല്യൂഷൻ എന്നതുകൊണ്ട് മാനസിക പരിവർത്തനമാണ് ഉദ്ദേശിക്കുന്നത്. ഒരേ സമയത്ത് മാനേജ്മെന്റിന്റെയും ജീവനക്കാരുടെയും ചിന്താഗതിയിൽ മാറ്റമുണ്ടാവണം. The third principle of scientific management is cooperation, not individualism. സഹകരണ മനോഭാവത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അവിടെ വ്യക്തിഗത പരിഗണനകളല്ല വേണ്ടത്. അല്ല, ഓരോ വ്യക്തികളും അവരുടേതായ ലക്ഷ്യവുമായിട്ട് മുന്നോട്ട് പോവുകയല്ല വേണ്ടത്. പരസ്പര സഹകരണത്തോടുകൂടി ഒരു സ്ഥാപനത്തിൽ പ്രവർത്തിക്കണം. അവിടെ ഓണേഴ്സും വർക്കേഴ്സും കൈകോർത്തുകൊണ്ട് വേണം സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. There should be complete cooperation between the labor and the management instead of individualism. മാനേജ്മെന്റ് അവരുടെ വ്യക്തി താല്പര്യങ്ങൾ മാത്രം പരിഗണിക്കുകയും തൊഴിലാളികൾ അവരുടെ വ്യക്തി താല്പര്യങ്ങൾ മാത്രം പരിഗണിക്കുകയും ചെയ്താൽ സ്ഥാപനത്തെ ലക്ഷ്യം നേടിയെടുക്കുക സാധ്യമല്ല. So competition should be replaced by cooperation. മത്സരമല്ല വേണ്ടത്. മാനേജ്മെന്റും വർക്കേഴ്സും തമ്മിൽ മത്സരമല്ല പകരണമാണ് വേണ്ടതെന്നുള്ള ആശയമാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്. Workers should be rewarded for their suggestions, which results in substantial reduction in cost. അപ്പോൾ വർക്കേഴ്സിന്റെ നല്ല സജഷൻസിന് അംഗീകാരം കൊടുക്കണം. അവരുടെ നല്ല അഭിപ്രായങ്ങളെ മാനിക്കുകയും അവ നടപ്പിൽ വരുത്തുകയും ചെയ്യുന്നതോട് കൂടിയിട്ട് ചെലവ് കുറയ്ക്കാൻ കഴിയുന്നുണ്ട്. There should be an almost equal division of work and responsibility between workers and management. തുല്യമായൊരു തൊഴിൽ വിഭജനം വർക്കേഴ്സിനും മാനേജ്മെന്റിനും ഉണ്ടായിരിക്കണമെന്നുള്ളതും ഈ സഹകരണം മെച്ചപ്പെടുത്താൻ അനിവാര്യമാണ്. നാലാമതായി, ഡെവലപ്മെന്റ് ഓഫ് ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസി ആൻഡ് പ്രോസ്പെരിറ്റി. എപ്പോഴും എയിം ചെയ്യേണ്ടത് ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസിയിലായിരിക്കണം. സ്ഥാപനത്തിന്റെ മാക്സിമം പ്രോസ്പെരിറ്റിക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇൻഡസ്ട്രിയൽ എഫിഷ്യൻസി ഡിപ്പെൻഡ്സ് ഓൺ എ ലാർജ് എക്സ്റ്റെന്റ് ഓൺ കോമ്പറ്റൻസീസ്. ജീവനക്കാരുടെ കഴിവനുസരിച്ചാണ്, അല്ലെ കഴിവിനെ ആശ്രയിച്ചാണ് ഇൻഡസ്ട്രിയൽ എഫിഷ്യൻസി. അതുകൊണ്ട് തന്നെ എംപ്ലോയീസ് ഷുഡ് ബി സയന്റിഫിക്കലി സെലക്ടഡ് ആൻഡ് ദേ ഷുഡ് ബി ഗിവൺ റിക്വയർഡ് ട്രെയിനിങ്. ജീവനക്കാരുടെ സെലക്ഷനും ട്രെയിനിങ്ങും അതീവ ശ്രദ്ധയോടെ ചെയ്യേണ്ടതുണ്ട്. കാരണം ജീവനക്കാരുടെ കോമ്പിറ്റൻസീസ് ആണ്, അല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമായ കഴിവുകളാണ് സ്ഥാപനത്തിന്റെ എഫിഷ്യൻസിക്ക് നിദാനമായിട്ടുള്ളത്. Efficient employees would produce
more and earn more. This will ensure their greatest efficiency and prosperity for both company and workers. അപ്പോൾ വർക്കേഴ്സ് എഫിഷ്യൻ്റ് ആവേണ്ടതിൻ്റെ പ്രാധാന്യമാണ്. എഫിഷ്യൻ്റ് വർക്കേഴ്സ് സ്ഥാപനത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ഥാപനത്തിൻ്റെ ഉൽപ്പാദനക്ഷമത വർദ്ധിക്കും. അതിലൂടെ സ്ഥാപനത്തിന് മാത്രമല്ല വർക്കേഴ്സിനും അത് ഗുണം ചെയ്യുന്നുണ്ട്. കൂടുതൽ ഉൽപ്പാദനത്തിലൂടെ കൂടുതൽ ലാഭമുണ്ടാക്കാൻ സ്ഥാപനത്തിൽ കഴിയുമ്പോൾ ഉയർന്ന വരുമാനമുണ്ടാക്കിക്കൊണ്ട് ഉയർന്ന ശമ്പളം നേടിക്കൊണ്ട് വർക്കേഴ്സിനും ഗുണകരമായി ഭവിക്കുന്നു. അതുകൊണ്ട് വർക്കേഴ്സിൻ്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കണമെങ്കിൽ യോഗ്യതയുള്ളവരെ സ്ഥാപനത്തിലേക്ക് പരിഗണിക്കുകയും അവർക്ക് വേണ്ട പരിശീലനം നൽകുകയും ചെയ്യണം. ആ രീതിയിൽ ഗ്രേറ്റസ്റ്റ് എഫിഷ്യൻസി പ്രോസ്പെരിറ്റി അറ്റൈൻ ചെയ്യണമെന്നാണ് FW ടൈലർ നിർദ്ദേശിക്കുന്നത്. About the techniques of scientific management. ഈ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആക്ച്വൽ പ്രാക്ടീസിൽ എങ്ങനെ നടപ്പിലാക്കാം, അതിനുള്ള ചില സങ്കേതങ്ങളാണ് ഈ ടെക്നിക്കിലൂടെ FW ടൈലർ സജസ്റ്റ് ചെയ്യുന്നത്. സോ അബൌട്ട് ദ ടെക്നിക്സ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. ദ ഫസ്റ്റ് വൺ ഈസ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്. Taylor suggested functional foremanship through 8 specialist supervisors. ഒരു വർക്കറെ 8 സ്പെഷ്യലിസ്റ്റ് സൂപ്പർവൈസേഴ്സ് സൂപ്പർവൈസ് ചെയ്യണമെന്നുള്ള ഒരാശയമാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പിലൂടെ FW ടൈലർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. He advocated separation of planning and execution functions. Thus, under the factory manager, there was a planning in charge and a production in charge. ഫാക്ടറി മാനേജർക്ക് കീഴിൽ പ്ലാനിംഗ് ഇൻചാർജും പ്രൊഡക്ഷൻ ഇൻചാർജും നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്ലാനിംഗ് ഇൻചാർജിന്റെ കീഴിൽ 4 ഫോർമാൻമാരാണ് ഉള്ളത്. ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, റൂട്ട് ക്ലർക്ക്, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക് ആൻഡ് ഡിസിപ്ലിനറിയൻ. എന്നാൽ പ്രൊഡക്ഷൻ ഇൻചാർജിന്റെ കീഴിലുള്ള 4 ഫോർമാൻമാരാകട്ടെ സ്പീഡ് ബോസ്, ഗ്യാങ് ബോസ്, റിപ്പയർ ബോസ്, ഇൻസ്പെക്ടർ തുടങ്ങിയവരാണ്. ഇങ്ങനെ പ്ലാനിംഗ് ഇൻചാർജായിട്ട് 4 ഫോർമാൻമാരും പ്രൊഡക്ഷൻ ഇൻചാർജായിട്ട് 4 ഫോർമാൻമാരും ഉൾപ്പെടെ 8 ഫോർമാൻമാരാണ് ഒരു വർക്കറെ സൂപ്പർവൈസ് ചെയ്യേണ്ടത്. അതിലൂടെ സ്പെഷ്യലൈസേഷൻ ആർജിക്കാൻ കഴിയുമെന്നുള്ള ഒരു നിർദ്ദേശമാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പിലൂടെ FW ടൈലർ പങ്കുവെക്കുന്നത്. ഈച്ച് വർക്കർ വിൽ ഹാവ് ടു ടേക്ക് ഓർഡേഴ്സ് ഫ്രം ദീസ് 8 ഫോർമാൻ ഇൻ ദ റിലേറ്റഡ് പ്രോസസ് ഓർ ഫങ്ഷൻ ഓഫ് പ്രൊഡക്ഷൻ. ഇതിൽ ഓരോ സ്പെഷ്യലിസ്റ്റ് ഫോർമാൻമാരും ഒരു പ്രത്യേക ഫങ്ഷണൽ ഏരിയയിൽ ഉള്ള നിർദ്ദേശങ്ങളാണ് കൊടുക്കേണ്ടത്. ഉദാഹരണമായിട്ട് റിപ്പയർ ബോസ് റിപ്പയർ കാര്യങ്ങൾ മാത്രം ഇടപെടുന്ന ആളാണ്, നിർദ്ദേശങ്ങൾ നൽകുന്ന വ്യക്തിയാണ്. അല്ലെങ്കിൽ ഇൻസ്പെക്ടർ എന്ന് പറയുന്ന ക്വാളിറ്റി കൺട്രോളിൽ മാത്രം എൻഗേജ് ചെയ്തിരിക്കുന്ന ആളാണ്. ഓരോ പ്രത്യേക ഫങ്ഷണൽ ഏരിയയിലും ആ ഏരിയ സ്പെഷ്യലിസ്റ്റ് ആൾക്കാരുടെ സൂപ്പർവിഷനിലാണ് ഒരു വർക്കർ ഉണ്ടാവുക. അതുകൊണ്ട് ഒരിക്കലും വർക്കർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നില്ല, ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക് ഉണ്ടാകില്ല. ഇത്തരത്തിൽ 8 സ്പെഷ്യലിസ്റ്റ് ഫോർമാൻമാരെ ഉപയോഗിച്ചുകൊണ്ടുള്ള സൂപ്പർവിഷൻ പ്ലാനാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പിലൂടെ FW ടൈലർ നിർദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ നമുക്ക് ശ്രദ്ധിക്കാം. ഫാക്ടറി മാനേജറുടെ കീഴിൽ പ്ലാനിംഗ് ഇൻചാർജും പ്രൊഡക്ഷൻ ഇൻചാർജ്, അങ്ങനെ 2 സെക്ഷൻസ്. പ്ലാനിംഗ് ഇൻചാർജിൽ 4 ഫോർമാൻമാർ, ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, റൂട്ട് ക്ലർക്ക്, ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്, ഡിസിപ്ലിനറിയൻ. അതേസമയത്ത് പ്രൊഡക്ഷൻ ഇൻചാർജിൻ്റെ കീഴിൽ ഗ്യാങ് ബോസ്, റിപ്പയർ ബോസ്, ഇൻസ്പെക്ടർ ആൻഡ് സ്പീഡ് ബോസ്. അങ്ങനെ 8 ഫോർമാൻമാരാണ് അവിടെ ഒരു വർക്കറെ സൂപ്പർവൈസ് ചെയ്യുന്നത്. സയന്റിഫിക് മാനേജ്മെന്റിന്റെ സെക്കൻഡ് ടെക്നിക്കിലേക്ക് നമുക്ക് കടക്കാം. സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക്. സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് ഓൾസോ സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക്. സ്റ്റാൻഡർഡൈസേഷൻ refers to the process of setting standards for every business activity. എല്ലാ ബിസിനസ് പ്രവർത്തനങ്ങൾക്കും ഒരു സ്റ്റാൻഡേർഡ് നിശ്ചയിക്കണം, അതിൻ്റെ നിലവാരവൽക്കരണം നടത്തണമെന്നാണ് FW ടൈലർ നിർദ്ദേശിച്ചിട്ടുള്ളത്.
These standards are the benchmarks which must be adhered to during production. അപ്പോൾ എല്ലാ വർക്കേഴ്സിനും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഔട്ട്പുട്ട് തീരുമാനിക്കുകയും അതിലൂടെ അവരുടെ പെർഫോമൻസ് വിലയിരുത്താൻ കഴിയുമെന്നുള്ള ഈ ടെക്നിക്കിലൂടെ FW ടൈലർ പങ്കുവെക്കുന്നത്. ഇവിടെ ഫിക്സ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഒരു അളവുകോലാണ്, ബെഞ്ച് മാർക്കാണ്, ഒരു മാനദണ്ഡമായിട്ട് വർദ്ധിക്കും. അതിലൂടെ അവരുടെ പെർഫോമൻസ്, ഓരോ വർക്കറിൻ്റെയും പെർഫോമൻസ് ഈ സ്റ്റാൻഡേർഡിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് പരിശോധിക്കാൻ കഴിയും. ദ ബെസ്റ്റ് പ്രാക്ടീസസ് ക്യാൻ ബി കെപ്റ്റ് ആൻഡ് ഫർദർ റിറ്റൈൻഡ് ടു ഡെവലപ്പ് എ സ്റ്റാൻഡേർഡ് വിച്ച് ഷുഡ് ബി ഫോളോഡ് ത്രൂ ഔട്ട് ദ ഓർഗനൈസേഷൻ. അപ്പം എങ്ങനെയാണ് ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാൻ കഴിയുക? അപ്പോൾ ഏറ്റവും ബെസ്റ്റ് പ്രാക്ടീസസ്, ആ ബെസ്റ്റ് പ്രാക്ടീസസ് പരിഗണിച്ചുകൊണ്ട് അതിനെ കൂടുതൽ റിഫൈൻ ചെയ്തുകൊണ്ട് അവിടെ സ്റ്റാൻഡേർഡുകൾ നിശ്ചയിക്കണം. അങ്ങനെ ഫിക്സ് ചെയ്യുന്ന സ്റ്റാൻഡേർഡുകൾ സ്ഥാപനത്തിൽ പൊതുവെ തീരുമാനിക്കുകയും നടപ്പിലാക്കുകയും വേണം. അതോടൊപ്പം തന്നെ സിംപ്ലിഫിക്കേഷൻ എയിംസ് അറ്റ് എലിമിനേറ്റിംഗ് അൺനെസസറി ഡൈവേഴ്സിറ്റി ഓഫ് പ്രോഡക്ട്സ്. പ്രവർത്തനങ്ങളെ അതീവ സങ്കീർണമാക്കാൻ പാടില്ല. അനവധി പ്രോഡക്റ്റുകൾ അനാവശ്യമായിട്ട് ഉൾപ്പെടുത്തി പ്രോഡക്റ്റ് ലൈനിനെ കോംപ്ലിക്കേറ്റഡ് ആക്കുമ്പോൾ അവിടെ പ്രവർത്തനങ്ങളെ അത് ദോഷകരമായിട്ട് ബാധിക്കും. സോ ഹി സജസ്റ്റഡ് സ്റ്റാൻഡർഡൈസേഷൻ ആൻഡ് സിംപ്ലിഫിക്കേഷൻ ഓഫ് വർക്ക് ഫോർ അറ്റൈനിങ് എഫിഷ്യൻസി ഇൻ ദ ഓർഗനൈസേഷൻ. അനദർ ടെക്നിക് ഈസ് വർക്ക് സ്റ്റഡി. ആ വർക്ക് സ്റ്റഡിയിൽ പ്രധാനമായിട്ടും ഉൾപ്പെടുന്ന കാര്യങ്ങൾ മെത്തേഡ് സ്റ്റഡി, മോഷൻ സ്റ്റഡി, ടൈം സ്റ്റഡി ആൻഡ് ഓൾസോ ഫറ്റീഗ് സ്റ്റഡി. ഇങ്ങനെ 4 കാര്യങ്ങളാണ് വർക്ക് സ്റ്റഡിയിൽ വരുന്നത്. സോ വർക്ക് സ്റ്റഡി ഇൻക്ലൂഡ്സ് മെത്തേഡ് സ്റ്റഡി, മോഷൻ സ്റ്റഡി, ടൈം സ്റ്റഡി ആൻഡ് ഓൾസോ ഫറ്റീഗ് സ്റ്റഡി. So firstly about method study. The objective of method study is to find out one best way of doing the job. ഒരു ജോലി നിർവഹിക്കുന്നതിന് വേണ്ടി ഏറ്റവും നല്ല രീതി ഏതാണ് എന്ന് നിർണ്ണയിക്കലാണ് മെത്തേഡ് സ്റ്റഡി. രീതി പഠനമാണിത്. ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്, ഒരു ജോബ് പെർഫോം ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതി ഏതാണെന്ന് കണ്ടെത്തുകയാണ് ഇതിലൂടെ. We know there are various methods for doing a job. ഒരേ കാര്യം തന്നെ പല രീതിയിൽ നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വസ്തു ഉൽപ്പാദിപ്പിക്കുന്നതിന് പല ടെക്നോളജി ലഭ്യമായിരിക്കാം. The best way of doing each job should be determined by considering the related parameters. അപ്പോൾ ബന്ധപ്പെട്ട പാരാമീറ്റേഴ്സ് പരിഗണിച്ചുകൊണ്ട് ഓരോ ജോബും പെർഫോം ചെയ്യേണ്ടതിൻ്റെ ഏറ്റവും ബെസ്റ്റ് വേ നിർണ്ണയിക്കേണ്ടതുണ്ട്. രണ്ടാമതായി വർക്ക് സ്റ്റഡിയിൽ വരുന്ന മോഷൻ സ്റ്റഡിയാണ്, ചലന പഠനം. മോഷൻ സ്റ്റഡി റെഫേഴ്സ് ടു ദ സ്റ്റഡി ഓഫ് മൂവ്മെന്റ്സ് വിച്ച് ആർ അണ്ടർടേക്കൺ വൈൽ ഡൂയിങ് എ ടിപ്പിക്കൽ ജോബ്. ഒരു ജോലി നിർവഹിക്കുമ്പോൾ അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള മൂവ്മെന്റ്സ് ഏതൊക്കെയാണ് വേണ്ടത് എന്ന് പഠിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. സോ അൺനെസസറി മൂവ്മെന്റ്സ് ആർ sought to be eliminated and it takes less time to complete the job efficiently. അപ്പോൾ ശാസ്ത്രീയമായിട്ടുള്ള മൂവ്മെന്റ്സ് നിശ്ചയിക്കുകയും അവിടെ വർക്കേഴ്സ് അൺനെസസറി ആയിട്ടുള്ള മൂവ്മെന്റ്സ് ഉണ്ടെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി, അത് ഒഴിവാക്കാൻ വേണ്ടി, ആ രീതിയിൽ എഫിഷ്യൻസി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശമാണിത്. For example, Taylor was able to reduce motions in bricklaying from 18 to just 5. FW ടൈലർ തന്നെ തൻ്റെ നിരീക്ഷണത്തിലൂടെ ബ്രിക്ക് ലേയിങ്
ജീവനക്കാർ നിർവഹിക്കുന്നത് ശ്രദ്ധിക്കുകയും അവരുടെ അൺനെസസറി മൂവ്മെന്റ്സ് ഒഴിവാക്കിക്കൊണ്ട് 18 മൂവ്മെന്റ്സ് വെറും 5 മൂവ്മെന്റ്സ് ആയിട്ട് റെഡ്യൂസ് ചെയ്തുകൊണ്ട് അതേ മോഷൻ സ്റ്റഡി നടത്തുകയുണ്ടായി. മൂന്നാമതായി വർക്ക് സ്റ്റഡിയുടെ എലമെന്റ് ആണ് ടൈം സ്റ്റഡി. ഇറ്റ് ഡിറ്റർമിൻസ് ദ സ്റ്റാൻഡേർഡ് ടൈം ടേക്കൺ ടു പെർഫോം എ വെൽ ഡിഫൈൻഡ് ജോബ്. Time measuring devices are used for each element of task. The objective of time study is to determine the number of workers to be employed, frame suitable incentive schemes and determine labor cost. Time studyയിലൂടെ ഓരോ ജോലിയും പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡേർഡ് ടൈം എത്രയാണെന്ന് നിശ്ചയിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനുവേണ്ടി ടൈം മെഷറിംഗ് ഡിവൈസസ് ഉപയോഗിക്കാവുന്നതാണ്. ജോലിയുടെ ഓരോ എലമെന്റും എത്ര സമയം കൊണ്ടാണ് പൂർത്തിയാക്കുന്നത് എന്ന് അതിലൂടെ പഠനം നടത്താവുന്നതാണ്. ടൈം സ്റ്റഡിയുടെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര വർക്കേഴ്സിനെ എംപ്ലോയ് ചെയ്യിക്കണം, അവരുടെ വേതന നിരക്ക് എങ്ങനെയായിരിക്കണം, അതിലൂടെ എത്രമാത്രം പ്രൊഡക്ഷൻ കോസ്റ്റ് ലേബർ കോസ്റ്റ് ഉണ്ടാകുന്നത് എന്നൊക്കെ തീരുമാനിക്കാൻ വേണ്ടി ടൈം സ്റ്റഡി ഉപകരിക്കുന്നുണ്ട്. അവസാനമായി വർക്ക് സ്റ്റഡിയുടെ എലമെന്റ് ആണ് ഫറ്റീഗ് സ്റ്റഡി, ക്ഷീണ പഠനം. എ പേഴ്സൺ ഈസ് ബൗണ്ട് ടു ഫീൽ ടയേർഡ് ഫിസിക്കലി ആൻഡ് മെന്റലി ഇഫ് ഷീ ഓർ ഹി ഡസ് നോട്ട് റെസ്റ്റ് വൈൽ വർക്കിംഗ്. നിരന്തരമായി ജോലി ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്കറിയാം ഫിസിക്കലി മെന്റലി ടയേർഡായി മാറും. ദ റെസ്റ്റ് ഇന്റർവെൽസ് വിൽ ഹെൽപ്പ് വൺ ടു റീഗെയിൻ സ്റ്റാമിന ആൻഡ് വർക്ക് അഗെയിൻ വിത്ത് ദ സെയിം കപ്പാസിറ്റി. ദിസ് വിൽ റിസൾട്ട് ഇൻ ഇൻക്രീസ്ഡ് പ്രൊഡക്ടിവിറ്റി. നമുക്കറിവുള്ളതാണ്, വിശ്രമവേളകൾ നമ്മുടെ സ്റ്റാമിന വർദ്ധിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ ഊർജത്തോടുകൂടി ജോലി തുടരാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നുണ്ട്. അതിലൂടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കുന്നുണ്ട്. ഫറ്റീഗ് സ്റ്റഡി സീക്സ് ടു ഡിറ്റർമിൻ ദ എമൗണ്ട് ആൻഡ് ഫ്രീക്വൻസി ഓഫ് റെസ്റ്റ് ഇന്റർവെൽസ് ഇൻ കംപ്ലീറ്റിംഗ് എ ടാസ്ക്. ഫറ്റീഗ് സ്റ്റഡി ലക്ഷ്യം വെക്കുന്നത് ഒരു ജോലി തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ എപ്പോൾ ക്ഷീണമുണ്ടാകും, വീണ്ടും ആ ക്ഷീണാവസ്ഥ മാറാൻ വേണ്ടിയിട്ട് എത്ര സമയമെടുക്കും തുടങ്ങിയുള്ള കാര്യങ്ങൾ നിശ്ചയിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഫറ്റീഗ് സ്റ്റഡി പ്രധാനമായിട്ടും റെസ്റ്റ് ഇന്റർവെൽസിന്റെ അല്ലെങ്കിൽ ജീവനക്കാർക്ക് കൊടുക്കേണ്ട വിശ്രമവേളകളുടെ ദൈർഘ്യവും അതിന്റെ തവണകളുമായി തീരുമാനിക്കാൻ വേണ്ടിയാണ് ഉപകരിക്കുന്നത്. സോ ഫറ്റീഗ് സ്റ്റഡി ഹെൽപ്സ് ടു ഡിറ്റർമിൻ ദ amount and frequency of rest intervals in completing a task. ജീവനക്കാർക്ക് എപ്പോഴൊക്കെ ഇടവേളകൾ കൊടുക്കണം, വിശ്രമവേളകൾ നൽകണം, അതിൻ്റെ ഡ്യൂറേഷൻ എത്രമാത്രം ആയിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫറ്റീഗ് സ്റ്റഡി നിർവഹിക്കുന്നത്. നെക്സ്റ്റ് ടെക്നിക് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ഈസ് ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം. ടൈലർ വാസ് എ സ്ട്രോങ് അഡ്വക്കേറ്റ് ഓഫ് പീസ് വേജ് സിസ്റ്റം and he wanted to differentiate between efficient and inefficient workers. പീസ് വേജ് സിസ്റ്റത്തിന് വേണ്ടി വാദിച്ചയാളായിരുന്നു FW ടൈലർ. എന്നാൽ അദ്ദേഹം നിർദ്ദേശിച്ചു കഴിവുള്ള ജീവനക്കാരെയും കഴിവുകുറഞ്ഞ ജീവനക്കാരെയും വേറിട്ട് കാണണം, അവർക്ക് നൽകുന്ന വേതനത്തിൽ തുല്യത പാടില്ല, ജീവനക്കാരുടെ കഴിവിനനുസരിച്ച് ജീവനക്കാരുടെ എഫിഷ്യൻസിക്ക് അനുസരിച്ച് അവർക്ക് വേതനം നൽകണമെന്നുള്ള ഒരു അഭിപ്രായക്കാരനായിരുന്നു FW ടൈലർ. He introduced different rate of wage payment for those who performed above standard and for those who performed below standard. എഫിഷ്യന്റ് വർക്കേഴ്സിനെ അംഗീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ പ്രചോദനം നൽകുന്നതിന് വേണ്ടിയിട്ട് വ്യത്യസ്ത കൂലി നിരക്ക് കൊണ്ടുവരണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം അതിനുവേണ്ടി നിർദ്ദേശിച്ചിട്ടുള്ളതാണ്. അവിടെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നവർക്ക് ഒരു ഹയർ റേറ്റും
എന്നാൽ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് അറ്റൈൻ ചെയ്യാത്ത വർക്കേഴ്സിന് ഒരു കുറഞ്ഞ നിരക്കം അദ്ദേഹം നിർദ്ദേശിച്ചു. ഇവിടെ ചിത്രത്തിൽ നൽകിയിരിക്കുന്ന ഉദാഹരണം നോക്കുക. മാസം 500 കിലോ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. 500 യൂണിറ്റ് വരെ മാസം ഉൽപ്പാദിപ്പിക്കുന്നവർക്ക് പെർ യൂണിറ്റിന് 50 രൂപ പ്രതിഫലം കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിൽ കൂടുതൽ അറ്റൈൻ ചെയ്യുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ 500 യൂണിറ്റിൽ കൂടുതൽ, കിലോയിൽ കൂടുതൽ ഉൽപ്പാദനം നിർവഹിക്കുന്ന ജീവനക്കാർക്ക് 70 രൂപ വെച്ചിട്ട് കൂലി കൊടുക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് അറ്റൈൻ ചെയ്യാത്തവർക്ക് ഒരു ലോവർ റേറ്റ് 50 റുപ്പീസ്, എന്നാൽ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് അറ്റൈൻ ചെയ്യുന്നവർക്ക് ഒരു ഹയർ റേറ്റ്, ദാറ്റ് ഈസ് 70 റുപ്പീസ്. ആ രീതിയിൽ ജീവനക്കാരുടെ എഫിഷ്യൻസിയെ ബേസ് ചെയ്തിട്ട് റേറ്റ് ഓഫ് വേജ് തീരുമാനിക്കലാണ് ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം എന്ന് പറയുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.